അപ്പൊ നമ്മള് LKG UKG ഇത് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് അവർക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ LKGക്ക് പോകുമ്പോൾ അവർക്ക് പാഠങ്ങളൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ അവർക്ക് ആദ്യം നമ്മൾ എടുത്തു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആദ്യം ഈ 1 2 3 4 5 ആ വിധത്തിൽ എടുത്തു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒന്നേന്ന് അവർക്ക് ഏറ്റവും എളുപ്പമാണ്. അവർക്ക് കുട്ടികൾക്ക് ഏറ്റവും എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതും അവര്. അപ്പൊ അവർക്ക് ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇത് നമ്മൾ കൈ പിടിച്ചെടുത്തിട്ട് അവർക്ക് അവരുടെ കൈ പിടിച്ചു കൊടുത്തിട്ട് നമ്മൾ 1 1 1 1 എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞുതരാം. ആദ്യം ഫസ്റ്റ് മുതലാണ്, LKG മുതൽ ഉള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, LKG ട്ടാ. അപ്പൊ നമുക്ക് LKG മുതൽ തുടങ്ങാം. അവർക്ക് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത്, അവർക്ക് ചില കുട്ടികൾക്ക് 1 എന്നൊക്കെ എഴുതാറിയും. ഓക്കെ, 2 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ 2 മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇങ്ങനെ അവർക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വെറുതെ കുത്തിട്ട് കൊടുക്കുക. അപ്പൊ അവരുടെ കൈ പിടിച്ചിട്ട് തന്നെ അവരെ കൊണ്ട് ഇങ്ങനെ വരപ്പിക്കുക. ഓക്കെ, പിന്നെ അടുത്ത് കുത്തിട്ട് അതേപോലെ കുത്തിട്ട് കൊടുക്കുക. പിന്നെ ഇതിലും കുത്തിട്ട് കൊടുക്കുക. വെറുതെ കുത്തു മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ അവരെ കൊണ്ട് തന്നെ ഇങ്ങനെ അതിന്റെ മേതേക്കൂടെ 2 പറയിപ്പിക്കണം. ഓക്കെ, 2 2 2 അവരെ കൊണ്ട് തന്നെ കൈ പിടിച്ച് എഴുതിക്കുക 2. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തൽക്കാലം ഒരു 5 വരെ എഴുതിയാൽ മതി. തൽക്കാലം ഇങ്ങനെയൊക്കെ മതി. നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ 3 എന്നൊന്നും അവർക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ അവരെ കൊണ്ട് ഇങ്ങനെ തൽക്കാലം ഈ LKG വരുമ്പോ അവർക്ക് കറക്റ്റായിട്ട് ഇത് എങ്ങനെ എഴുതുക എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തു ഇടുന്നത്. ഓക്കെ, 3 5 വരെ എഴുതിക്കുക. ഓക്കെ, അത് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് 2 വരെ ചെയ്യിക്കാം. ഇതിന്റെ മുകളിൽ കൂടെ അവരുടെ കൈ പിടിച്ചിട്ട് നമ്മൾ വരപ്പിക്കുക. അപ്പൊ അവരെന്തായാലും അതിന്റെ മുകളിൽ കൂടെ വരയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഒന്ന് എല്ലാം കൂടി നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഇതൊരു 5 ദിവസത്തിന്റെ ഉള്ളിൽ ചെയ്താൽ മതി 5 എണ്ണം. അപ്പൊ ഈ 5 എണ്ണം 5 ദിവസത്തിൽ ചെയ്ത് വെച്ചു. ആദ്യം നമ്മൾ 1 1 1 1 1 1 1 ഇങ്ങനെ സ്ലൈറ്റ് ഉണ്ടാവുമല്ലോ, അതിൽ ഈ 1 1 അങ്ങനെ എഴുതിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫസ്റ്റ് കേട്ടോ, ഇത് ഫസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ദിവസം ചെയ്യിക്കുക. അത് ഒരു രാവിലെ തൊട്ട് ഒരു ഉച്ചവരെ പറഞ്ഞാൽ അങ്ങനല്ല, അവർക്ക് സമയമുള്ളപ്പോ നമ്മൾ ഒരു ദിവസം അവർക്ക് ടൈം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യിക്കുക. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്യിക്കേണ്ടത് 2ന്റെയാണ്. അങ്ങനെ ഒരു 5 ദിവസം കഴിയുമ്പോൾ ഒരു 5 വരെ പഠിക്കും. 5 ദിവസം കഴിയുമ്പോൾ 5 വരെ പഠിക്കണം. പിന്നെ അവരെ കൊണ്ട് ഒരു 5 വരെ പഠിച്ചതിന് ശേഷം 6ാമത്തെ ദിവസം അവരെ കൊണ്ട് A എഴുതിക്കുക. അവരെ കൊണ്ട് പറഞ്ഞു കൊടുക്കുക, ഇത് A ആണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവരെ കൊണ്ട് ഇത് എങ്ങനെ എഴുതിക്കുന്നുള്ളത് പറഞ്ഞുതരാം. ഇതേപോലെ കുത്തിടുക.
ആദ്യം ഇങ്ങനെ കുത്തിടുക. അപ്പൊ അവർക്ക് ഫസ്റ്റ് ഇത് അറിയില്ല. അപ്പൊ അവരെ കൊണ്ട് ഫസ്റ്റ് ചെയ്യിക്കേണ്ടത് ഈ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇംഗ്ലീഷ് എഴുതുമ്പോൾ അവരെ കൊണ്ട് ഫസ്റ്റ് ചെയ്യിക്കേണ്ടത് ഇവിടുന്ന് തന്നെ അവരിങ്ങനെ വരയ്ക്കാൻ പാടില്ല, ഇവിടുന്ന് വരയ്ക്കാൻ പാടില്ല, അവരിങ്ങനെ വരയ്ക്കണം. ഇവിടുന്ന് തന്നെ വരച്ചിങ്ങനെ കണ്ടോ, ഇങ്ങനെ ഓരോന്നും വരച്ച് പോകണം. നമ്മൾ ഇത് കുത്തിട്ടെടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ഇവിടുന്ന് ഈ ചുവടുന്ന് വരപ്പിക്കണം കേട്ടോ. ഇങ്ങനെ വരപ്പിക്കുക. നമ്മുടെ കൈ നമ്മൾ അവരുടെ കൈ പിടിച്ചിട്ട് വരപ്പിക്കണം. അതിനുശേഷം ഇതിൽ തന്നെ നമ്മൾ വേറെ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല, ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. ഇതിൽ തന്നെ നമ്മൾ ആദ്യം ഇത് വരച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇത് വരപ്പിക്കുക. ഇത് അവരെ കൊണ്ട് വരപ്പിക്കുക. എങ്ങനെ വരയ്ക്കുക? അപ്പൊ അവരിങ്ങനെ വരയ്ക്കും. ഒരു 2 ദിവസം കഴിഞ്ഞ് അവരിങ്ങനെ വരയ്ക്കും. ഇനി അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുക. ഇത് LKG മുതലേ പറയണം കേട്ടോ. അപ്പൊ അവരെ കൊണ്ട് തന്നെ കൈ പിടിച്ചതിന് ശേഷം ഇവിടുന്ന് തന്നെ നിങ്ങൾ തുടങ്ങണം. ഇവിടുന്ന് തുടങ്ങിയതിന് ശേഷം ഇത് ഒരിക്കലും അറിയാം. അതിന് ശേഷം ഇങ്ങനെ വരപ്പിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ വരയ്ക്കാൻ കറക്റ്റായിട്ട് അവർക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ പോവാന്നും കുഴപ്പമില്ല. നമ്മളിവിടെ ഇടയിൽ ഇങ്ങനെ വരട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ അവർക്ക് ഇങ്ങനെ, എന്നിട്ട് അതിന് ശേഷം അവരോട് തനിയെ വരയ്ക്കാൻ പറയും. അപ്പൊ അവരിങ്ങനെ വരപ്പിക്കണം. നമ്മൾ കൈ പിടിച്ച് വരപ്പിക്കണം. എന്നിട്ട് അവര് സെൻട്രൽ ഒരു വരടാൻ പറയാ, എന്ന് പറയിപ്പിക്കുക. എന്നിട്ട് അവരെ കൊണ്ട് നമ്മൾ കൈ പിടിച്ചിട്ട് അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഒന്നും പഠിച്ചു, പിന്നെ എയും പഠിച്ചു. ഇപ്പൊ ഈ ഒരു അക്ഷരം മാത്രം അവരെ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി കൂടുതൽ നമുക്ക് പഠിക്കാം പിന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ അവരെ കൊണ്ട് ഇത്രയും പഠിപ്പിക്കുക. ഓക്കെ, ഇനി കൂടുതൽ വിവരങ്ങൾ കാണിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇവരെ കൊണ്ട് എങ്ങനെ പഠിപ്പിക്കുന്നത് വെച്ചാൽ ആദ്യം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ടൈം വേണം, ഒപ്പം നിൽക്കുക. സൂം മീറ്റിംഗ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീറ്റിംഗ് നിങ്ങൾ സൗകര്യമുള്ള പോലെ. ഓക്കെ, അപ്പൊ അവരെ കൊണ്ട് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ മടിയിലിരുത്തണം. മടിയിലിരുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യുക, എത്ര വേണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുക, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അവരെ കൊണ്ട് ഇവിടുന്ന് തന്നെ വരപ്പിക്കാൻ നോക്കുക. എ ആണെങ്കിൽ ഇവിടുന്ന് തന്നെ വരപ്പിക്കാൻ നോക്കുക. ഒന്നാണെങ്കിൽ അവരെ കൊണ്ട് ആദ്യം 1 വരപ്പിക്കുക. ഈ 1 അവരെ കൊണ്ട് ചെരിച്ച് വരപ്പിക്കുക. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കുക, ചെരിച്ച് വരച്ച ഇത് എന്തായാലും 3 വയസ്സ് 4 വയസ്സിന്റെ ഉള്ളിലല്ലേ ഒന്നാം ക്ലാസ്സിൽ ചേർത്തുള്ളൂ, അല്ലെങ്കിൽ LKG ചേർത്തുള്ളൂ. അവരെ കൊണ്ട് പറയും ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വരച്ച ഒന്നാവും, ഇങ്ങനെ ചെരിച്ച് വരച്ച എയുടെ പകുതിയാണെന്ന് പറയാം. അപ്പൊ നമ്മള് ഇത്രയും ക്ലാസ് എടുത്തു. ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്, അതേപോലെ എത്ര റിവിഷൻ ആണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നോ പ്രോബ്ലം. ഒരു കുട്ടി പഠിക്കണം എന്നുള്ളൂ, നോ പ്രോബ്ലം. നിങ്ങൾ ഒപ്പം വേണം എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. എന്റെ നമ്പർ ഇതാണ്: 90 72 98 03 50. ഇതാണ് എന്റെ നമ്പർ. അപ്പൊ എത്ര നിങ്ങൾ ബന്ധപ്പെടുക. ഒരു കുഴപ്പമില്ല, എപ്പോ വേണമെങ്കിലും വിളിക്കുക. രാവിലെ മുതൽ 8 മണി മുതൽ ഒരു 6 മണി വരെ ഞാൻ ബിസി ആകും. 8 ടു ഒരു 9 മണി, 8 9 മണി ടു അപ്പൊ 8 9 മണിക്ക് ഞാൻ ഫ്രീ ആവും കേട്ടോ. അപ്പൊ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. എന്റെ വാട്സപ്പ് നമ്പർ കൂടിയാണ്. ഓക്കെ, ബൈ.